ഹലോ, നമ്മുടെ കയ്യിലുള്ള പൗഡർ വെച്ചിട്ട് എങ്ങനെ ഒരു പെയിൻറ് ഉണ്ടാക്കാൻ നോക്കാം. പൗഡറും ഫെവിക്കോളും കുറച്ച് വെള്ളവും മാത്രം മതിയിട്ട് നമുക്ക് ഈ പെയിൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പൗഡറിൻ്റെ പകുതി അളവ് മതി ഫെവിക്കോൾ. അപ്പോൾ 4 സ്പൂണാണ് പൗഡർ എടുക്കുന്നതെങ്കിൽ 2 സ്പൂൺ ഫെവിക്കോൾ എടുക്കാം. പിന്നെ കുറച്ച് വെള്ളം എടുക്കാം. ഇനി ഒരു പെയിൻറ്റിംഗ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പെയിൻറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പെയിൻറ് വെച്ചിട്ട് പെയിൻറ്റിങ് അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർക്ക് ചെയ്യാം. കുറച്ചായിട്ട് ഇത് പിൻട്രസ്റ്റിൽ ഇങ്ങനെ കാണുന്നുണ്ട്, കണ്ടപ്പോഴേ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പെയിൻറ് വെച്ചിട്ട് ഇത് തന്നെ ചെയ്യാമെന്ന് കരുതി. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒരു പൂമ്പാറ്റയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിൽ നമ്മൾ ബ്ലാക്കിംഗ് പെൻ വെച്ചിട്ട് ഒരു ചിറകില്ലാത്ത പൂമ്പാറ്റ വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു പെയിൻറ് നമുക്ക് ആവശ്യമുള്ള കളറിലേക്ക് മാറ്റാം. എനിക്ക് വേണ്ടത്ര പെയിൻറ് ഞാനൊരു പാലറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് പിങ്ക് കളർ ആയതുകൊണ്ട് ഒരു സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ബ്രഷ് വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മിക്സിംഗ് ഒക്കെ കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടിയത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡ് അല്ലെങ്കിലും അതിലും അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇനി നമുക്കിപ്പം കിട്ടിയ ഈ ഒരു ഷെയ്ഡും വൈറ്റും കൂടെ കൂട്ടിയിട്ട് ഒരു ബേബി പിങ്ക് കളർ കൂടെ ഉണ്ടാക്കാം. കിട്ടിയ 2 കളേഴ്സ് നല്ല അടിപൊളി കളേഴ്സ് അല്ലേ. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ പൂമ്പാറ്റക്ക് ചിറകുകൾ കൊടുക്കാം. അതിനായിട്ട് ഇതാ ഒരു ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പെയിൻറ്റിങ് അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പം നമ്മൾ ആദ്യം ആ ഒരു ലൈറ്റർ ഷെയ്ഡ് താഴത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് മേലെയും അതിൻ്റെ ഏറ്റവും മേലെയായിട്ട് ഫാബ്രിക് കളർ വെച്ചിട്ട് ബ്ലാക്കുമാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു പെയിൻറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് കളേഴ്സ് കൊടുക്കണമെങ്കിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട് കേട്ടോ. പല നിറത്തിന് വേണ്ടി നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ടുള്ള ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യാം. ബ്രൗൺ കളറിന് വേണ്ടി കൊക്കോ പൗഡറും യെല്ലോ കളറിന് മഞ്ഞൾപ്പൊടിയും പർപ്പിൾ ഷെയ്ഡ്സിന് വേണ്ടി ഉജാലയും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ബീട്രൂട്ട് പോലുള്ള വെജിറ്റബിൾസും നമുക്ക് കളേഴ്സിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ കിട്ടിയ കളേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ടും വേറെ കളേഴ്സും ഉണ്ടാക്കാം. പൂമ്പാറ്റൊക്കെ ചിറക് കൊടുക്കാൻ വേണ്ടി നമ്മളെടുത്ത ഈ ഒരു ഇല ഏതാണെന്ന് അറിയാവോ? നമ്മുടെ നാട്ടിൽ ഇതിനെ മുറുകുടി ഇല എന്നാ പറയുക. ഈ ഒരു ഇല പിഴിഞ്ഞ് നീരാക്കിയിട്ട് മുറിവിലെടുത്ത് വെച്ചാൽ അത് വേഗം മാറും കേട്ടോ. മുറിവൂട്ടി, മുറിയൻ പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം പേരുകൾ ഇതിനുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ചെടിക്ക് എന്താ പറയാന്ന് കമൻസ് ആയിട്ട് അറിയിക്കട്ടോ. എന്തായാലും ബട്ടർഫ്ലൈക്ക് ചിറക് വെക്കാൻ മാത്രമല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളും കൂടിയുണ്ട് ഈ ഒരു ഇലക്ക്. ഇത് നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇലയെ നമ്മളിതാ ബട്ടർഫ്ലൈൻ്റെ അടുത്തേക്ക് വെച്ച് കൊടുക്കുകയാണേ. എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളത് എടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും ആയിപ്പോകരുത്, കാരണം നമ്മൾ ഗ്ലൂ യൂസ് ചെയ്തതുകൊണ്ട് ഒരുപാട് സമയമായാൽ ഇല അവിടെ പറ്റിപ്പോവും. കുറച്ച് സെക്കൻഡ്സ് വെച്ചാൽ മതി കേട്ടോ. ഇതേപോലെ എല്ലാ സൈഡിലും ലീഫ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ. കൂടെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും.